വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ സങ്കടം മലയാളികളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പെയ്തൊഴിഞ്ഞിട്ടില്ല. എല്ലാ വീടുകളിലും ഇപ്പോഴുള്ള ചർച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെക്കുറിച്ചുള്ളത് തന്നെയാണ്. കാരണം ഞെട്ടിപ്പിക്കുന്ന ഈ മരണം നടന്നിട്ട് 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടും ആളുകൾ എല്ലാം തിരയുന്നത് ഈ മരണത്തെക്കുറിച്ചിട്ടുള്ള പുതിയ വാർത്തകളാണ്. എല്ലാവരും യൂട്യൂബിൽ കൂടുതൽ ചികയുന്നതും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരെയും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന 2 മരണമാണ് അഹ്സാൻ എന്ന് പറയുന്ന അഫാൻ്റെ ഇളയ സഹോദരൻ്റെയും അതുപോലെ അയാളുടെ കാമുകിയുടെയും. ഇവർ 2 പേരും തീർത്തും നിഷ്കളങ്കരും നിരപരാധികളുമാണ്. എന്നിട്ടും അഫാൻ അവൻ്റെ സ്നേഹത്തിൻ്റെ കാരണം പറഞ്ഞ് ഈ 2 പേരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് മൃഗീയമായാണ് കൊലപ്പെടുത്തിയത്. അതിൽ അഹ്സാൻ എന്ന് പറയുന്ന ഇളയ സഹോദരൻ കുഴിമന്തിയും ജ്യൂസും വാങ്ങിക്കൊണ്ട് വന്ന് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അത് വീട്ടിനു മുന്നിലുള്ള കസേരമേൽ പിടിച്ചു വയ്പ്പിച്ചിട്ട് അഹ്സാനെ വീട്ടിനുള്ളിലേക്ക് ബലമായി അഫാൻ തള്ളിക്കയറ്റുകയും തുടർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ആയിരുന്നു. ആ കുഴിമന്തിയും ജ്യൂസും കഴിക്കാൻ പോലും ആ കുഞ്ഞനിയനെ ഈ മൃഗം സമ്മതിച്ചില്ല. മനസാക്ഷി മരവിച്ചു പോയ ഒരു നിമിഷമാണ് നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അഹ്സാൻ ഒരു പാവം കുട്ടിയാണ് എന്ന് തന്നെ എല്ലാവരും പറയുന്നു. അഫാൻ്റെ പഴയ ചരിത്രവും എല്ലാവരും പറയുന്നത് ഒരു പാവം ചെറുപ്പക്കാരൻ എന്ന് തന്നെയാണ്. പക്ഷേ അവൻ ഉള്ളിൽ പാവമായിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കുഞ്ഞനിയനെ ചേർത്തു പിടിച്ച് പിതാവിന് പകരം കൊണ്ടു നടന്ന മൂത്ത സഹോദരൻ തന്നെ ഈ കുഞ്ഞനിയനെ ഇത്ര ക്രൂരമായി ശിക്ഷിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പലർക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും കാണുന്ന ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അഹ്സാൻ എന്തൊക്കെയോ മണത്തിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. കാരണം അവൻ കുഴിമന്തി വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി കുറേ സമയം അവിടെയൊക്കെ ആ ഹോട്ടലിൻ്റെ മുന്നിൽ പലവട്ടം നിൽക്കുകയും പാൻസിൽ നിന്നും എന്തൊക്കെയോ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ചികഞ്ഞെടുത്ത് നോക്കുന്നതും തിരികെ വെക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്നിട്ട് അവൻ വളരെ ഉത്സാഹത്തോടു കൂടിയൊന്നും അല്ല ഹോട്ടലിൻ അകത്തേക്ക് കയറുന്നത്. സാധാരണ ഭക്ഷണത്തിനോട് താല്പര്യമുള്ള ഒരു കുട്ടി ഇപ്പോൾ കുഴിമന്തിയും ജ്യൂസും കിട്ടുമല്ലോ എന്ന ഒരു സന്തോഷം അവൻ്റെ ഓരോ ചലനത്തിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. വേഗത്തിൽ ഹോട്ടലിൽ കയറി വേഗത്തിൽ ഈ സാധനം ഓർഡർ ചെയ്ത് വാങ്ങി വേഗത്തിൽ വീട്ടിലേക്ക് പോകാൻ ഉള്ള ഒരു ഉത്സാഹം കാണുമെങ്കിലും അഹ്സാൻ്റെ ആ ദിവസത്തെ ആ സമയത്തെ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് അങ്ങനെ ഒരു ആവേശമൊന്നും അഹ്സാൻ കാണിച്ചിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ അവൻ സ്കൂളിൽ നിന്നും വീട്ടിൽ എത്തി വീട് മുൻവശം പൂട്ടിയിട്ടിരിക്കുന്നത് കാണുകയും പുറത്തിറങ്ങി അയൽക്കാരോട് ഉമ്മ എവിടെ എന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അയൽക്കാരാണ് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ആ ഫോൺ എടുത്തത് സഹോദരനായ അഫാൻ ആയിരുന്നു. ഉമ്മയെ തലക്കടിച്ച് വീഴ്ത്തിയതിന് ശേഷം അവൻ കാമുകിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുകളിലത്തെ നിലയിൽ ഇരിക്കുമ്പോഴാണ് അഹ്സാൻ അവിടെ എത്തുന്നത്, സ്കൂൾ വിട്ട് വരുന്നത്. അതുകൊണ്ട് അഹ്സാനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് അഫാൻ അവനെ കുഴിമന്തി വാങ്ങുന്നതിന് വേണ്ടി പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് അവൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയും അഹ്സാനെ കൊണ്ടുപോകുന്നതിനായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവനെയും കയറ്റി വെഞ്ഞാറമൂട് ജംഗ്ഷനിലെത്തുകയും ചെയ്തു. അവിടെയാണ് ഓട്ടോറിക്ഷയെ വരാൻ പറഞ്ഞത്. പിന്നീട് ആ ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് അവനെ ഈ കുഴിമന്തി വാങ്ങാൻ അയക്കുന്നതും. തിരികെ വീണ്ടും അഫാൻ വീട്ടിലെത്തുന്നു.
തുടർന്ന് തൻ്റെ കാമുകിയെ തീർച്ചയായും കൊലപ്പെടുത്തുന്നത് അപ്പോൾ ആയിരിക്കുകയും ചെയ്യണം. അതിനുശേഷമാണ് ഈ അഹ്സാൻ കുഴിമന്തിയും വാങ്ങി തിരികെ ചേട്ടനെയും കാത്തുകൊണ്ട് ആ ഹോട്ടലിൻ്റെ മുന്നിൽ ഏറെ നേരം നിൽക്കുന്നത്. അതിനുശേഷമാണ് അഫാൻ അവിടെ ബൈക്കിലെത്തി അഹ്സാനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിയതിന് ശേഷമാണ് കുഴിമന്തിയും ജ്യൂസും മുൻവശത്തെ കസേരയിലേക്ക് വയ്പ്പിച്ചിട്ട് അനിയനെ മുറിക്കുള്ളിലേക്ക് പിടിച്ച് തള്ളിക്കയറ്റുന്നതും പിന്നിൽ നിന്നും തലക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്നത്. ഈ അഹ്സാൻ്റെ മൃതദേഹം കിടന്നിരുന്നത് കമഴ്ന്ന് വീണ നിലയിലായിരുന്നു. പിന്നിൽ നിന്നും അടിക്കുമ്പോൾ അങ്ങനെ ആ കുട്ടി കമഴ്ന്ന് വീഴുകയായിരുന്നിരിക്കണം. പലവട്ടം ചുറ്റിക കൊണ്ട് അനിയൻ്റെ തലയ്ക്ക് അടിച്ച് അവൻ്റെ മരണം ഇയാൾ ഉറപ്പാക്കുകയായിരുന്നു. എന്നിട്ടാണ് അവൻ കുളിച്ചൊരുങ്ങി റെഡിയായി 1 മണിക്കൂറോളം ആ മുറിക്കുള്ളിലിരുന്ന് സിഗരറ്റും വലിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഡ്രസ്സും മാറ്റി കുളിച്ച് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആ വീട്ടിനുള്ളിൽ 2 മൃതദേഹങ്ങളുണ്ടായിരുന്നു. മൂന്നാമത് തൻ്റെ ഉമ്മയും മരണപ്പെട്ടു എന്ന് തന്നെയാണ് ഈ അഫാൻ കരുതിയിരുന്നത്. അവർക്ക് നേരിയ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ അഫാൻ അവരെയും പൂർണ്ണമായും മരണം ഉറപ്പാക്കിയതിന് ശേഷമേ പോലീസ് സ്റ്റേഷനിൽ പോകുകയുണ്ടായിരുന്നുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അവൻ പറയുന്നതും 5 പേരെ കൊന്നു എന്നുള്ളത് തന്നെയാണ്. ഉമ്മ പൂർണ്ണമായും മരണപ്പെട്ടു എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ പാവം സഹോദരനെ ഇത്രനാളും പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചേർത്ത് അണച്ച് നിർത്തിയ ഈ മൂത്ത സഹോദരൻ തന്നെ അവനെ വകവരുത്തി, അതും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അത് കഴിക്കാൻ പോലും അനുവദിക്കാതെ ഈ ക്രൂരകൃത്യം ചെയ്തു എന്നുള്ളത് മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും താങ്ങാൻ കഴിയാത്തതാണ്. കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ട്രാജഡിയാണ് ഈ മർഡർ കേസിലൂടെ പുറത്ത് വന്നിരിക്കുന്നത്. ഇതിന് ഈ അഫാനെ പ്രേരിപ്പിച്ചതിൻ്റെ പിന്നിൽ കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മാനസിക നിലയെ ബാധിച്ച മറ്റെന്തോ ഘടകം ഉണ്ട്. അത് അവൻ്റെ ഉള്ളിലുള്ള ഒരു മൃഗീയ വാസന തന്നെയാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം സാമ്പത്തിക ബാധ്യതയുള്ള ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇന്നും ഉണ്ട്. അവരാരും ഈ സാമ്പത്തിക ഭദ്രതയുടെ പേരിൽ മറ്റെല്ലാവരെയും വകവരുത്താൻ തുനിഞ്ഞിട്ടില്ല. യവൻ ഗ്യാസ് വരെ വീട്ടിനുള്ളിൽ തുറന്ന് വിട്ടതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് പോലും. എല്ലാം കെട്ടടങ്ങട്ടെ എന്ന് തന്നെ അവൻ കരുതിയിരിക്കണം. കൂട്ടത്തിൽ താൻ മരണപ്പെടുന്നതിനു മുമ്പ് കുറ്റം താൻ തന്നെയാണ് ചെയ്തതെന്ന് ലോകം അറിയണം എന്നും അവൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇതിനെല്ലാം അവൻ ഒരു പ്രതികാരത്തിൻ്റെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്തു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി ഇരിക്കുന്നു. കുടുംബത്തിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിന് സഹായിക്കാൻ ആരും ബന്ധുക്കൾ തയ്യാറാവുന്നില്ല എന്ന ഒരു പ്രതിഷേധം അവൻ്റെ ഉള്ളിൽ കത്തിക്കാളി നിന്നിരുന്നു എന്നും നമുക്ക് അനുമാനിക്കേണ്ടി ഇരിക്കുന്നു. എങ്കിലും ഈ ദുഷ്ട മനസ്സിന് 23-ാമത്തെ വയസ്സിൽ തന്നെ ചേർത്ത് പിടിച്ച ഉറ്റവരെ തന്നെ വകവരുത്താൻ എങ്ങനെ തോന്നി എന്ന് ആലോചിച്ചാൽ നമുക്കെല്ലാം കണ്ണീരുകൊണ്ട് മാത്രമേ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. ഇനി ഒരിക്കലും ഒരു കുടുംബത്തിലും ഇത് സംഭവിക്കാതിരിക്കാൻ ഒരു മാനസിക ആരോഗ്യ പരിശീലന പരിപാടി തന്നെ എത്രയും വേഗം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ചെറുപ്പക്കാർക്കിടയിൽ വളരുന്ന ഏറ്റവും വലിയ ദുഷ്ടചിന്തകൾ വേരോടെ പിഴുതുമാറ്റാൻ ഇനിയും വൈകിക്കൂടാ എന്ന് തന്നെയാണ് അഫാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും.